സ്വപ്നത്തിൽ ഇന്നോവ മാപ്പ്. കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ പാർട്ടി വിട്ട് UDF ടിക്കറ്റിൽ മത്സരിച്ചവരെ പാർട്ടിയിലേക്ക് തിരികെ ക്ഷണിച്ചിരുന്നു. 2 പേരെയാണ് അദ്ദേഹം പ്രധാനമായും ലക്ഷ്യമിട്ടത്. പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച മുൻ CPM നേതാവ് V കുഞ്ഞികൃഷ്ണൻ, തളിപ്പറമ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച TK ഗോവിന്ദൻ എന്നിവരെയാണ് പ്രധാനമായും MV ജയരാജൻ പാർട്ടിയിലേക്ക് വിളിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം കൂടിയ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ താൻ ഇങ്ങനെ പരസ്യമായി ഒരു പ്രസ്താവന നടത്തിയത് തെറ്റാണ് എന്ന് MV ജയരാജൻ ഏറ്റു പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരം. MV ജയരാജൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഇന്നോവ വരുമെന്നുള്ള പേടിയാണോ എന്നാണ് പലരും പരിഹസിക്കുന്നത്. എന്തു തന്നെയായാലും അതവിടെ നിൽക്കട്ടെ, അത്തരം പരിഹാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. MV ജയരാജൻ ഇത്തരത്തിൽ താൻ നടത്തിയ പ്രസ്താവന തെറ്റാണ് എന്ന് സെക്രട്ടേറിയറ്റിൽ പൂർണ്ണമായും സമ്മതിച്ചിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ, CPMന്റെ ഘടന നമ്മൾക്കറിയാമല്ലോ. പാർട്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് ആധികാരികമായി പറയേണ്ടത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്. ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെങ്കിൽ ജില്ലാ സെക്രട്ടറിയാണ് ആ വിഷയത്തിൽ മറുപടി പറയേണ്ടത്. അതായത് പ്രാദേശികമായിട്ടുള്ള ജില്ലയിലെ ഏതെങ്കിലും വിഷയമാണെങ്കിൽ അതത് ജില്ലാ സെക്രട്ടറിമാരാണ് ആ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത്. അല്ലാതെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമോ ജില്ലാ കമ്മിറ്റി അംഗമോ ഏരിയ കമ്മിറ്റി അംഗമോ ഒന്നുമല്ല. ആ ജില്ലയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് എങ്കിൽ ജില്ലാ സെക്രട്ടറിയാണ് മറുപടി പറയേണ്ടത്. ഇനി ഏരിയയെ ബാധിക്കുന്ന വിഷയമാണെങ്കിൽ ഏരിയ സെക്രട്ടറിക്ക് ആ കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം, ചോദിച്ചറിഞ്ഞ ശേഷം ആ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാം. ഇങ്ങനെയാണ് CPMന്റെ ഒരു ഘടന. അതായത് സംസ്ഥാന തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ആ വിഷയത്തിൽ ആധികാരികമായി പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് സംസ്ഥാന സെക്രട്ടറിയാണ്. പാർട്ടിയുടെ വിവിധ കമ്മിറ്റികൾ കൂടിയാണ് ഇത്തരമൊരു അഭിപ്രായം സ്വരൂപിക്കുന്നത്. ആ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സെക്രട്ടറി മറുപടി പറയേണ്ടത്. ഇനി ദേശീയ തലത്തിൽ എന്താണ് പാർട്ടിയുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ നിലപാട് വ്യക്തമാക്കുന്നത് ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി MA ബേബിയാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ജയരാജൻ ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് പാർട്ടി സംഘടനാപരമായി തെറ്റാണ്. കാരണം അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. പാർട്ടി എടുത്തിട്ടില്ലാത്ത ഒരു നിലപാടാണ് MV ജയരാജൻ പരസ്യമായി പ്രഖ്യാപിച്ചത്. UDF പിന്തുണയോടെ പയ്യന്നൂരിൽ വിജയിച്ച V കുഞ്ഞികൃഷ്ണനെയോ തളിപ്പറമ്പിൽ വിജയിച്ച TK ഗോവിന്ദനെയോ ഇതുവരെ പാർട്ടി ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ല, തിരികെ വരാം എന്ന് ക്ഷണിച്ചിട്ടില്ല. പക്ഷേ ജയരാജൻ ഇക്കാര്യത്തിൽ കയറി അഭിപ്രായം പറയുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിന് പറ്റിയ വീഴ്ച. ഇത് മാധ്യമങ്ങൾ വലിയ തോതിൽ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു ആയുധമാക്കി മാറ്റിയെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ MV ജയരാജന് എതിരെ ഉയർന്ന വിമർശനം. പ്രധാനമായും അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് അത്തരത്തിലുള്ളൊരു വിമർശനം മുന്നോട്ട് വെച്ചത്. കാരണം പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാതിരിക്കെ, അതായത് UDF ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച V കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും തിരികെ പാർട്ടിയിലേക്ക് ക്ഷണിക്കാതിരിക്കെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന നിലയിൽ MV ജയരാജന്റെ പ്രസ്താവന ദുർവ്യാഖ്യാനം ചെയ്യാൻ ഇടയാക്കി എന്നുള്ള വിമർശനമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. അതുകൊണ്ട് തന്നെയാണ് MV ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ആവർത്തിച്ച് പറഞ്ഞത്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ, MA ബേബിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ MA ബേബിയുടെ നിശബ്ദ പിന്തുണയോടുകൂടി പിണറായി വിജയൻ MV ഗോവിന്ദൻ അച്യുതണ്ടിനെതിരായിട്ട് പാർട്ടിക്കകത്ത് ഒരു വലിയ വിമത നീക്കം നടക്കുന്നതായി സൂചനയുണ്ടായിരുന്നു. അതായത് MA ബേബിയുടെ നിശബ്ദ പിന്തുണയോടുകൂടി കണ്ണൂരിലെ 3 ജയരാജന്മാർ, KN ബാലഗോപാൽ, PK ശ്രീമതി, KK ശൈലജ തുടങ്ങിയവരടക്കമുള്ളവരാണ് ഈ ഒരു വിമത നീക്കത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ ഏറ്റവും വലിയ കനത്ത പരാജയമാണ്. ആ പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഈ പറയുന്ന ഭരണത്തെയും പാർട്ടിയെയും ഒരുപോലെ കൈയടക്കി വെച്ചിരിക്കുന്ന പിണറായി വിജയനാണ് എന്നുള്ള ഒരു വിമർശനം പാർട്ടി അണികൾക്കിടയിലുണ്ട്. താഴേക്കിടയിലുള്ള ബ്രാഞ്ച് തലത്തിലെ അണികൾക്കിടയിൽ അത്തരം ഒരു വികാരമാണ് ഉള്ളത്. അതുകൊണ്ട് പിണറായി വിജയന്റെ നിഴലായി നിൽക്കുന്ന പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും നേതൃത്വത്തിൽ അധികകാലം ഇനി പാർട്ടിക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 2 പേരെയും നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പുതിയ ഒരു നേതൃത്വം ഉയർത്തിക്കൊണ്ടുവരിക,
ഒരു പുതിയ നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു നീക്കത്തിനാണ് MA ബേബിയുടെ മൗന അനുവാദത്തോടു കൂടി പാർട്ടിയിൽ പിണറായി വിജയൻ ഗോവിന്ദൻ അച്യുതണ്ടിന് എതിരായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് MV ജയരാജൻ ഇത്ര ധൈര്യത്തോടു കൂടി ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് എന്ന് വേണം നമുക്ക് നിരീക്ഷിക്കാൻ. അത്തരമൊരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്ര ധൈര്യത്തോടു കൂടി പാർട്ടി സെക്രട്ടറി എടുക്കേണ്ട നിലപാടും പാർട്ടി സെക്രട്ടറി പറയേണ്ടുന്ന ഒരു കാര്യവും ഔദ്യോഗികമായി തന്നെ ജയരാജന് പറയാനുള്ള ധൈര്യം കിട്ടിയത് ഇത്തരം ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്. പാർട്ടിക്കകത്ത് പിണറായി MV ഗോവിന്ദൻ ആ ഒരു കോക്കസിനെതിരായിട്ട് ആ ഒരു പവർ ടീമിന് എതിരായി ഉള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് MV ജയരാജൻ അത്തരത്തിൽ പറഞ്ഞത്. അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്, അത്തരത്തിലാണ് മാധ്യമ വാർത്തകൾ വന്നത്. അതുകൊണ്ട് MV ജയരാജന്റെ ഈ ഒരു പ്രസ്താവന പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് എന്ന് MV ഗോവിന്ദൻ അവിടെ പറഞ്ഞതോടുകൂടി MV ജയരാജന്റെ വായടഞ്ഞിരിക്കുകയാണ്. അതായത് തങ്ങൾക്കെതിരായി നടക്കുന്ന ആ നീക്കത്തിന് ആദ്യത്തെ തടയിട്ടിരിക്കുകയാണ്. പിണറായി വിജയനും തനിക്കുമെതിരെ ഒരു വിരൽ പോലും അനങ്ങാൻ പാടില്ല, ഒരു വിരൽ പോലും ചൂണ്ടാൻ പാടില്ല എന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി പരസ്യ പ്രസ്താവന നടത്തിയ MV ജയരാജന്റെ വായടപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്തത് നമുക്കറിയാനുള്ളത് ഈ നേതൃത്വത്തിനെതിരെ ഓരോ കാര്യങ്ങളും, തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഓരോ കാര്യങ്ങളും എന്തെല്ലാമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങളെന്ന് എണ്ണി എണ്ണി പറഞ്ഞ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്ററുമായിട്ടുള്ള പുത്തലത്ത് ദിനേശനെയാണ്. അദ്ദേഹത്തെ ഏത് തരത്തിലാണ് ഈ പിണറായി വിജയൻ ഗോവിന്ദൻ അച്യുതണ്ട് ഒതുക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായി അറിയേണ്ടത്. കാരണം MV ജയരാജനെ പോലെ തന്നെ പരസ്യമായി തന്നെ ഈ പാർട്ടിക്കെതിരായിട്ട് തെരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന്റെ കാരണം പിണറായി വിജയനും MV ഗോവിന്ദനും അടങ്ങുന്ന അച്യുതണ്ടാണ് എന്ന നിലയിൽ പരസ്യമായി തന്നെ ഫേസ്ബുക്കിലൂടെ പുത്തലത്ത് ദിനേശൻ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത വായടപ്പിക്കൽ പുത്തലത്ത് ദിനേശൻ്റെതായിരിക്കും. അങ്ങനെ തങ്ങൾക്ക് എതിരായി ഉയർന്നു വരുന്ന ഈ ഒരു മൂവ്മെന്റിനെ തുടക്കത്തിലെ തന്നെ നുള്ളുക എന്നുള്ളതാണ് പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും ലക്ഷ്യം. അങ്ങനെ ആദ്യത്തെ വായടപ്പിച്ചു. ഇനിയുള്ളത് പുത്തലത്ത് ദിനേശന്റെയാണ്. അടുത്ത ഊഴം പുത്തലത്ത് ദിനേശനാണ്. പുത്തലത്ത് ദിനേശന്റെ വായടപ്പിക്കുക എന്നുള്ളതാണ് പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും അടുത്ത ലക്ഷ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.